നമസ്കാരം. സംസ്ഥാന സർക്കാരിനും CPM-നും ഭരണപ്രതിസന്ധി ഉണ്ടാക്കിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും കൊണ്ട് സംഘർഷകലുഷിതമായ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനം ദുരൂഹവും ദുരുദ്ദേശപരവുമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് എന്ന് എണ്ണി പറഞ്ഞ ഭരണകക്ഷി MLA-യുടെ മുന്നിൽ മുട്ടുകുത്തി വീണിരിക്കുകയാണ് പിണറായി ഭരണം. പാർട്ടിക്കാരൻ പോലുമല്ലാത്ത ഒരു MLA-യുടെ മുന്നിൽ മറുപടി പറയാനാവാതെ ഓച്ചാനിച്ച് തല കുമ്പിടുകയാണ് പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്ങൻ. പിണറായി വിജയനല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നും മകൾ വീണ വിജയനും റിയാസും ചേർന്നാണ് ഭരണചക്രം തിരിക്കുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനെതിരെ PV അൻവറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കിയത് മരുമകൻ റിയാസിന്റെ കുശാഗ്രബുദ്ധിയാണ് എന്നുമാണ് IAS IPS ഉദ്യോഗസ്ഥർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയം. PV അൻവർ MLA ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫോൺ ചോർത്തി നടത്തിയ ചട്ടലംഘനങ്ങൾക്ക് മുന്നിൽ പിണറായി സർക്കാരും ആഭ്യന്തര വകുപ്പും കാണിക്കുന്ന ഈ മൗനം സംസ്ഥാനത്ത് ആഭ്യന്തര വീഴ്ചയുണ്ടായി എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. തന്റെ ചുമതലയിലുള്ള വകുപ്പുകളിലുണ്ടായ ഗുരുതരമായ വീഴ്ച രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമാണ് എന്ന വസ്തുത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ബോധപൂർവം മറക്കുകയും അറിയില്ല എന്ന് നടിക്കുകയുമാണ്. അൻവറിന്റെ ആരോപണങ്ങളിന്മേൽ പ്രതിപക്ഷമുയർത്തിയ BJP ബന്ധത്തെക്കുറിച്ച് പോലും സ്വന്തം തിരുവായി തുറക്കാൻ പിണറായി വിജയൻ ഇതുവരേക്കും തയ്യാറായിട്ടില്ല. ആഭ്യന്തര ഭരണ തകർച്ച പിണറായി സർക്കാരിനെ ഒരു മഹാപതനത്തിന്റെ വക്കോളം എത്തിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്കുള്ള നിയമസുരക്ഷയും പരിരക്ഷയും കുത്തഴിഞ്ഞ് കുട്ടിച്ചോറായി. ജനത്തിനും പിണറായിയുടെ ഭരണ സംവിധാനത്തെ വിശ്വസിക്കാമോ ലെവലേശം നമ്പാനോ കഴിയാത്ത അവസ്ഥയിലുമായി. മലമൂത്ര വിസർജനം ചെയ്താൽ പ്രാഥമിക കൃത്യനിർവഹണത്തിന് ഒരിറ്റ് വെള്ളം പോലും കിട്ടാക്കനിയായ തലസ്ഥാന നഗരിയായി വരെ ഭരണസിരാ കേന്ദ്രം മാറിക്കഴിഞ്ഞു. ജനങ്ങൾ ആശങ്കയിലാണ്, അതിലേറെ ഭയപ്പാടിലാണ്. അവർക്ക് വിശ്വാസം നഷ്ടമായ ഭരണം ഇനി ഏത് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുമെന്ന സന്ദേഹമാണ് എല്ലാവർക്കും. ഭരണ ചുമതലയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് മുഖ്യമന്ത്രിയുടെ മൗനം. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ജനത്തിന് ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നിലമ്പൂർ MLA PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനേക്കാൾ ഉപരി സംസ്ഥാനത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തി എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് തുറന്നടിച്ച PV അൻവർ MLA-യുടെ പേരിൽ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുത്തു എന്ന് മിസ്റ്റർ പിണറായി വിജയൻ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഒരു നിയമസഭാ അംഗം എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലുമുള്ള അധികാരവശങ്ങൾ മാത്രമാണ് PV അൻവറിനുമുള്ളത്. അൻവർ ചെയ്തിരിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കുറ്റകൃത്യമാണ്. UAPA വരെ ചുമത്തി കേസെടുക്കേണ്ട കുറ്റകൃത്യമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഫോൺ ചോർത്തൽ എന്ന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതായി വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും അൻവറിന്റെ പേരിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നാണ് ഇവിടെ ചോദ്യം ഉയരുന്നത്. ഇവിടെ ഒരു കൂലി വേലക്കാരനോ ഒരു വിദ്യാർത്ഥിയോ മറ്റാരെങ്കിലുമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എങ്കിൽ എന്ത് പുകിലായിരിക്കും ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ടാവുക. ADGP അജിത് കുമാർ ക്രിമിനലാണ് എന്നും മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നുണ്ട് എന്നും ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പങ്കുണ്ട് എന്നും ഭരണപക്ഷ MLA PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടിയാണ് ജനങ്ങളോട് പറയാനുള്ളത്? ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നടക്കുന്ന മിക്ക ഇടപാടുകളും മുഖ്യമന്ത്രി അറിയാതെയാണ് എന്ന് പറയുന്നതിൽ കഴമ്പുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളും അൻവറിന്റെ ആരോപണങ്ങളിൽ DGPയും നടത്തുന്ന അന്വേഷണങ്ങളിൽ താങ്കളുടെ വിശ്വസ്തർ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ മിസ്റ്റർ പിണറായി വിജയൻ എന്ത് മറുപടിയാണ് ജനത്തോട് പറയാനുള്ളത്? പൂരം കലക്കലും തൃശൂരിലെ BJPയുടെ അട്ടിമറി വിജയവുമൊക്കെ രാഷ്ട്രീയപരമായി CPM-ന്റെ ആഭ്യന്തര പ്രശ്നമാണ് എങ്കിലും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് എന്താണ് മുഖ്യമന്ത്രിയുടെ മറുപടി? RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപോ ശേഷമോ ADGP അജിത് കുമാറോ DGPയോ ഇക്കാര്യം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നുവോ? ADGPയുടെ കൂടിക്കാഴ്ച തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് തലപ്പത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ല?
മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നില്ല കൂടിക്കാഴ്ചയെങ്കിൽ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിച്ചില്ല? അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മാസപ്പടിയിൽ അന്വേഷണം നേരിടുന്ന മകൾ വീണയുടെ രക്ഷയും തൃശൂർ BJPക്ക് പകരമായി നൽകുന്ന അജണ്ടയുമാണ് എന്നാണല്ലോ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ്? തൃശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. BJP ജയിച്ചത് താങ്കളുടെ നേതൃത്വത്തിൽ നടന്ന അട്ടിമറിയെ തുടർന്നാണ് എന്ന ഗുരുതരമായ രാഷ്ട്രീയ ആരോപണത്തോട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത്? തൃശൂർ പൂരത്തിലെ പോലീസ് നടപടി സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടണമെന്ന CPIയുടെ ആവശ്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ട് മാനിക്കുന്നില്ല? RSS നേതാവ് റാം മാധവുമായി കൂടി അജിത് കുമാർ തലസ്ഥാനത്ത് നടത്തിയ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം മുഖ്യമന്ത്രിയായ താങ്കൾ അറിഞ്ഞിരുന്നില്ലേ? അൻവറിന്റെ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാറിനെ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ്? സംഘപരിവാറിനെതിരെയുള്ള CPM പോരാട്ടം കാപട്യമാണ് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ താങ്കൾക്കും മുതിർന്ന നേതാക്കൾക്കുമെതിരെ ഉയർന്നിട്ടും തുടരുന്ന മൗനം LDFനെയും CPMനെയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയില്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം പിണറായി വിജയനിൽ നിന്നും ജനങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നു.